ഹലോ കൂട്ടുകാരെ, മഴ തോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ ബബിത അറിയുകയാണ് അലീന തൻ്റെ സഹോദരിയല്ല എന്ന്. അതായത് ബാലചന്ദ്രൻ്റെ മേനോൻ്റെ മകളല്ല എന്നാണ് ബബിത അറിയുന്നത്. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ശരണ്യയുടെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ് രോഹിത്തും അലീനയും. ഇതേ സമയം നമ്മുടെ കൃഷ്ണമോള് ഉമ്മറത്തിണ്ണയിൽ ഇരിക്കുന്നുണ്ട്. അവൾ ദേഷ്യത്തിലാണ് അവളെ കൂടി ശരണ്യയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാത്തതിൽ. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, അത് ഞങ്ങൾ വേറൊന്നും കൊണ്ടല്ല നിന്നെ കൊണ്ടുപോകുന്നത്. ആദ്യം അവിടെ ചെന്ന് അവിടുത്തെ അന്തരീക്ഷവും അവർ രോഹിത്തിനോട് എങ്ങനെ പെരുമാറുന്നു, രോഹിത്തും അവരായിട്ടൊന്നും സെറ്റ് ആവാനുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ കൊണ്ടുപോകുന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും നിന്നെ കൊണ്ടുപോകാം. ഇപ്പം നീ നല്ല കുട്ടിയായിട്ട് പോയിട്ടൊരു ചായയോ ലൈമോ എന്തെങ്കിലുമൊക്കെ എടുക്കുമെന്ന് പറയും. അപ്പോൾ നമ്മുടെ കൃഷ്ണവോള് പറയും, എന്നൊരു കാര്യം ചെയ്യാം, രണ്ടും കൂടി എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ ചായ എടുക്കാം. ആ ഓക്കെ, എന്നാൽ ചായ എങ്കിൽ ചായ, നീ പോയി ചായ എടുക്ക്. അത് വേറെ ഒന്നുമല്ല ചേച്ചി, ബബിതേച്ചി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ ചായ അങ്ങോട്ട് എടുത്ത് തന്നാൽ പോരെ എന്ന് കളിയാക്കിയിട്ട് പറയണം. അപ്പോഴാണ് അലീനയുടെ കയ്യിലൊരു ബാഗ് കാണുന്നത് കൃഷ്ണ. ഈ ബാഗിൽ എന്താ ചോദിക്കും, അതൊക്കെ ഒരു സർപ്രൈസ് ആണെന്ന് പറയും. അങ്ങനെ തുണികൾ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ബബിതയുടെ അടുത്തേക്ക് നമ്മുടെ അലീന എത്തും. അപ്പം ബബിത നല്ല പണിയിലാണ്. അപ്പോൾ ബബിത ചോദിക്കും, എന്തായി പോയിട്ട് എന്തായി ചേച്ചി, എങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ, അവരാരും നിങ്ങളെ അടിക്കൊന്നും ചെയ്തില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയുക, എങ്ങനെ എന്നെ അടിക്കാനാ, ഞാൻ അവരുടെ കൂടെ, എങ്ങനെ എന്നെ രോഹിത്തിനെ അടിക്കുക, ഞാൻ അവൻ്റെ കൂടെ ഇല്ലേ ഫുൾ സപ്പോർട്ടായിട്ട്, അപ്പോൾ അവരടിക്കൊന്നുമില്ല. ഓ അത് ശരിയാ ചേച്ചി, പിന്നെ നാട്ടുകാരുടെ മുഴുവൻ അടി വാങ്ങി വെച്ച കാരണം ഇനി രോഹിത്തേട്ടൻ അടിക്കാൻ വന്നാലും എന്നെ അടിച്ചോളൂ എന്ന് പറഞ്ഞ് ചേച്ചി അവരുടെ മുന്നിലേക്ക് ചാടി വീഴുമല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, രോഹിത്തേട്ടൻ ഒരിക്കലും അടി കിട്ടില്ല. പിന്നെ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, ആ കുട്ടിയുടെ അച്ഛനും ചേട്ടന്മാരും അനിയനൊക്കെ ഉണ്ടായിരുന്നില്ലേ ചേച്ചി? എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും നന്നായിട്ട് പെരുമാറി. രോഹിത്തും മാപ്പ് പറഞ്ഞു അവരുടെ അടുത്ത്. അവൻ്റെ മനസ്സും ഒന്ന് ശുദ്ധമായി, അവനും ഒരാശ്വാസമായി. ഞങ്ങൾക്കും അതെ, അവരെല്ലാവരും നന്നായി പെരുമാറി. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് വന്നത്. അതിനുശേഷം ഇവിടെ വന്നിട്ടും കൃഷ്ണമോള് ബബിത ചേച്ചി ചായ ഉണ്ടാക്കി തന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ചായയും എടുത്തു കുടിച്ചു എന്ന് പറയും. അതെയോ, എന്നാൽ നിങ്ങൾ പോയിട്ട് ഫ്രഷ് ആയിട്ട് പോരെ എന്ന് പറയും ബബിത. അതല്ല, എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞ് അലീനയുടെ കയ്യിലുണ്ടായിരുന്ന കവറ് ബബിതയ്ക്ക് കൊടുക്കും. ബബിത ചോദിക്കും, എന്താണിത്? അതൊക്കെയുണ്ട്, നീ ഇതൊന്ന് വാങ്ങിച്ചേ. ഞാൻ ഡ്രസ്സ് എടുത്ത് തന്നതിന് പകരം ചെയ്യുകയാണല്ലേ, എനിക്ക് വേണ്ട. അങ്ങനെയൊന്നും അല്ലടി പെണ്ണെ, നീ ഇതൊന്ന് വാങ്ങിക്ക് എന്ന് പറഞ്ഞ് അലീന ബബിതയ്ക്ക് കവർ കൊടുക്കുകയാണ്. അങ്ങനെ ബബിത അത് മനസ്സില്ലാ മനസ്സോടെ എന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ പ്രകടിപ്പിച്ചതിന് ശേഷം അത് വാങ്ങിച്ചതിന് ശേഷം ആ കവർ ബെഡിലോട്ട് അങ്ങോട്ട് എറിയും. അപ്പോൾ അലീനയ്ക്ക് അത് കണ്ടപ്പോൾ വളരെ വിഷമാവും. ശരിക്കും അത് വെറുതെ അലീനയെ കളിയാക്കാൻ വേണ്ടി ചെയ്തതാണ് ബബിത, അല്ലാണ്ട് അവൾ മനസ്സിൽ വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല. അവൾക്ക് അലീനയോട് അത്രയേറെ ഇഷ്ടമുണ്ട്, അലീന വാങ്ങിക്കിടുന്ന സാധനത്തിനോടും അവൾക്ക് അത്രയേറെ ഇഷ്ടമുണ്ട്. അങ്ങനെ അലീന അവിടെ നിന്ന് പോവുകയാണ് വിഷമിച്ചിട്ട്. അങ്ങനെ വിഷമിച്ച് പോയി കഴിഞ്ഞാലാണ് ബബിത നോക്കും അലീന പോകുന്നില്ലേ എന്നൊക്കെ. അങ്ങനെ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബബിത വന്നിട്ട് ആ കവറ് തുറന്നു നോക്കുകയാണ്. അപ്പോൾ ആ കവറിൻ്റെ ഉള്ളിൽ ഒരു ചുരിദാറാണ് ഉണ്ടാവുക, ഒരു ഗ്രേ കളറ് ചുരിദാർ. അവൾക്കത് കണ്ടപാടേ നല്ല ഇഷ്ടമാവും. അങ്ങനെ അത് തിരിച്ചും മറിച്ചൊക്കെ നോക്കും. അതിനുശേഷം അത് ചേച്ചി ആദ്യമായിട്ട് വാങ്ങി തന്നതല്ലേ, അവൾ ആ ചുരിദാർ സ്നേഹത്തോടു കൂടി, ചേച്ചിയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ആ സ്നേഹത്തോടു കൂടി അവൾ ആ ചുരിദാർ അവളുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിച്ച് നിൽക്കുന്ന ഒരു സീനാണിത്. അതായത് ബബിതയ്ക്ക് അത്രത്തോളം ഇപ്പോൾ അലീനയെ ഇഷ്ടമാണെന്നാണ് അവിടെ കാണിക്കുന്നത്. ബാലചന്ദ്രൻ്റെ മകളായിട്ട് ബബിത എല്ലാ അർത്ഥത്തിലും അലീനയെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാലചന്ദ്രനെ കാണാൻ പോകുന്ന അലീനയാണ് കാണിക്കുന്നത്. അപ്പോൾ അലീന ബാലചന്ദ്രനോട് പറയുകയാണ്, അച്ഛാ ഞാൻ ഇവിടുന്ന് പോകേണ്ട സമയമായെന്ന് അതിക്രമിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയാലോ എന്നാണ് ആലോചിക്കുന്നത് എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ, നീ ഇത് കുറേ തവണയായല്ലോ പറയുന്നത്, നിനക്കെന്താ അങ്ങനെ പറയാൻ തോന്നാൻ കാരണം? നിനക്കിവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ലല്ലോ, ഇപ്പം എല്ലാ കുട്ടികളും നിൻ്റെ കൂടെയല്ലേ നിൽക്കുന്നത്, നിനക്ക് ഒറ്റപ്പെടലുമില്ല, പിന്നെ എന്തിനാണ് നീ ഇവിടുന്ന് പോകുന്നത് മോളെ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, പക്ഷെ ഞാൻ ഇവിടുന്ന് പോയാലല്ലേ മേഡം ഇങ്ങോട്ട് തിരിച്ചു വരികയുള്ളൂ, ഇത് വീണ്ടും ഒരു കുടുംബമാവണമെങ്കിൽ, എല്ലാവരും പഴയതുപോലെ ഒരുമിച്ചിരുന്ന് സ്നേഹിക്കണമെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേ തീരുള്ളൂ. അച്ഛൻ എങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്താലും, എങ്ങനെ
ഇഴ കീറി മുറിച്ച് നോക്കിയാലും എനിക്കറിയാം അച്ഛൻ്റെയും അമ്മയുടെയും പ്രശ്നത്തിനുള്ള ഒരേ ഒരു കാരണക്കാരി ഞാനാണെന്ന്. എൻ്റെ ജന്മരഹസ്യം ഇവിടെ സൂക്ഷിക്കേണ്ടത് എൻ്റെ കർത്തവ്യമായിരുന്നു. അതിൽ ഞാൻ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ ഇടയിലുണ്ടായത്. അത് അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും അത് യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് അച്ഛാ, ഏറ്റവും നല്ലത്. അപ്പോൾ ബാലചന്ദ്രൻ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല. ബാലചന്ദ്രൻ പറയാൻ അതൊന്നും പറ്റില്ല. നിന്നെ ഞാൻ എൻ്റെ മകളായിട്ടല്ലേ സ്നേഹിച്ചത്, നീ എൻ്റെ മകളായിട്ട് തന്നെ ഇവിടെ കഴിഞ്ഞാൽ മതി എന്നുള്ള വാശിയിലാണ്. ഇനി നിനക്ക് അത്രയ്ക്കും പോകണം നിർബന്ധമാണെങ്കിൽ വൈജ ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ വൈജയുടെ എല്ലാ കള്ളത്തരും ഞാൻ അന്നത്തോടു കൂടി പൊളിക്കും. വൈജ ആരായിരുന്നു, എന്തായിരുന്നു, നീ ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ ഞാൻ ഇവിടെ ഒരു കുടുംബ സമ്മേളനം നടത്തിയിട്ട് ഞാൻ എല്ലാവരോടായിട്ട് പറയും. അപ്പോൾ അതങ്ങനെ പറയരുത് അച്ഛ, അത് ശരിയല്ല. അച്ഛന് മേഡത്തിന് എത്രത്തോളം പണ്ട് ഇഷ്ടമുണ്ടായിരുന്നു എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്യരുത്. നമ്മുടെ രോഹിത്തിനെയും കൃഷ്ണമോളേനെയും ബബിതേനെയൊക്കെ ആലോചിച്ചിട്ട് അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ബാലൻ്റെ അടുത്ത് അപേക്ഷിക്കുന്ന പോലെയാണ് അലീന സംസാരിക്കുന്നത്. അപ്പോഴും ബാലൻ ഒരു പൊടിക്കും വഴങ്ങുന്നില്ല. അപ്പോൾ ബാലൻ്റെ അടുത്ത് അലീന ഒരു കാര്യം പറയുകയാണ്. അച്ഛാ, കൃഷ്ണമോള് എന്തായാലും ഇതറിഞ്ഞില്ലേ? ഈ രോഹിത്തിനും അറിയാം ഞാൻ അച്ഛൻ്റെ മകളല്ല എന്ന്. അത് കേട്ടതോടുകൂടി ബാലചന്ദ്രൻ ആകെ ഷോക്കാവും. നീ എന്താ പറഞ്ഞത്? രോഹിത്തിന് അറിയാമെന്നോ? അതെങ്ങനെ അറിഞ്ഞു? അതച്ഛാ, എൻ്റെ വായിൽ നിന്ന് അറിയാണ്ട് വീണ് പോയതാണ്, ഞാനായിട്ട് അറിയാണ്ട് പറഞ്ഞു പോയതാണ് എന്ന് പറയണം. അത് കേട്ടതോടുകൂടി ബാലചന്ദ്രൻ ഒന്നും കൂടി ദേഷ്യം കൂടും. ബാലചന്ദ്രൻ പറയും, ഞാൻ നിന്നെ മകളായിട്ട് സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ഞാനായിട്ടാണ് എല്ലാവരോടും പറഞ്ഞത് നീ എൻ്റെ മകളാണെന്ന്. അങ്ങനെയുള്ളപ്പോൾ നീ എന്നെ ചതിക്കുകയല്ലേ ചെയ്തത്? ഞാൻ ഇത്രയും കാലം നിന്നെ മകളായിട്ട് സ്നേഹിച്ചതിനും അംഗീകരിച്ചതിനും എന്ത് വിലയാണ് അപ്പോൾ ഉള്ളത്? നീ എനിക്ക് എന്ത് മൂല്യമാണ് നൽകിയിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് അലീനയുടെ അടുത്ത്. അത് കേട്ടതോടുകൂടി അലീന ആകെ പരിഭ്രാന്തിയിലാണ്. കാരണം ബാലചന്ദ്രൻ അത്രയ്ക്കധികം ദേഷ്യപ്പെട്ടിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അലീന ബാലചന്ദ്രനെ കൈ പിടിച്ചിട്ട് പറയും, അച്ഛാ, എനിക്ക് മാപ്പ് തരൂ. എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാണ്. ഇനിയിപ്പോൾ അത് തിരുത്താൻ എനിക്ക് പറ്റില്ലല്ലോ. ഞാനത് അറിയാതെ പറഞ്ഞു പോയതാണ്. ആ ഒരു സമയത്തെ സന്ദർഭത്തിനനുസരിച്ചിട്ടും ഞാനങ്ങനെ പറഞ്ഞു പോയതാണ്. എന്നോട് ക്ഷമിക്കൂ അച്ഛാ എന്ന് പറഞ്ഞ് ബാലചന്ദ്രനെ കൈ പിടിച്ച് മാപ്പ് പറയുകയാണ് അലീന. പക്ഷേ ബാലചന്ദ്രൻ പണ്ട് വൈജയോട് എത്രത്തോളം ദേഷ്യം ഉണ്ടായിരുന്നോ അത്രത്തോളം ദേഷ്യം അലീനയോട് ദേഷ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അലീനയോടുള്ള ദേഷ്യമല്ല, വൈജയോടുള്ളൊരു ദേഷ്യമാണ്. അപ്പോൾ ദേഷ്യത്തിൽ തന്നെയാണ് ബാലചന്ദ്രൻ പറയുന്നത്, നീ എനിക്ക് ഒരു മൂല്യവും നൽകിയിട്ടില്ല എന്ന് നിൻ്റെ ഈ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് പോവാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അവിടുന്ന് പറഞ്ഞയക്കുകയാണ് അവളെ. അങ്ങനെ നമ്മുടെ അലീന സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ബബിത അവിടെ താഴത്ത് നിൽക്കുന്നുണ്ട്. ബബിത അലീനയെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കണ്ണ് തുടയ്ക്കുകയാണ് അലീന. അത് കണ്ടിട്ട് ബബിത ചോദിക്കും, ചേച്ചി എന്താ കണ്ണ് തുടയ്ക്കുന്നേ? ചേച്ചി കരയുമായിരുന്നോ എന്ന്. ഏയ്, ഞാൻ കരയൊന്നല്ല എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും മിണ്ടാതെ അലീനയുടെ റൂമിലോട്ട് കയറി ചെല്ലും. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ബബിതയ്ക്ക് ഒരു സംശയം തോന്നും. എന്തിനായിരിക്കും ഇപ്പോൾ ചേച്ചി കരഞ്ഞിട്ടുണ്ടാവുക? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് ബബിത. അങ്ങനെ കൃഷ്ണമോളും രോഹിത്തും ബബിതയൊക്കെ കൂടിയിട്ട് സോഫയിലിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ബബിത ഇങ്ങനെ കണ്ട കാര്യം പറയും. അതായത്, ചേച്ചി ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടു, എന്താണ് കാര്യം എന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന്. അപ്പോൾ കൃഷ്ണമോളുടെ അഭിപ്രായത്തിൽ കൃഷ്ണമോൾ പറയും, അത് ചിലപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അച്ഛൻ്റെ വായിൽ നിന്ന് വഴക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, അതാണ് ചേച്ചി കരഞ്ഞിട്ടുണ്ടാവുക എന്ന്. അപ്പോൾ ബബിതയുടെ സംശയം അതൊന്നുമല്ല, എന്തിനാണ് ചേച്ചി കരയേണ്ട ഒരു ആവശ്യം? അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അനുസരിക്കണ്ടേ? അച്ഛൻ്റെ മകളല്ലേ ചേച്ചി, അപ്പോൾ പിന്നെ ചേച്ചി അത് പറഞ്ഞാൽ അനുസരിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് ബബിത. അപ്പോഴാണ് നമ്മുടെ എല്ലാവരും ഞെട്ടിപ്പിച്ചുള്ള രോഹിത്തിൻ്റെ മറുപടി. അതായത്, അച്ഛൻ്റെ മകളാണെങ്കിലല്ലേ അച്ഛൻ പറയുന്നത് ചേച്ചി അനുസരിക്കേണ്ടതുള്ളൂ, അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ല എന്ന് പറയും. അപ്പോൾ ബബിതയ്ക്ക് ആകെ സംശയവും കൺഫ്യൂഷനൊക്കെ ആവും. ബബിത ചോദിക്കും, എന്താ രോഹിത്തേട്ടൻ ഈ പറയുന്നത്? ശരിക്കും ഇത് സത്യം തന്നെയാണോ? അതെ, സത്യം തന്നെയാണ്. അലീന ചേച്ചി നമ്മുടെ അച്ഛൻ്റെ മകളല്ല എന്ന് പറയുകയാണ് രോഹിത്. ഇത് കേട്ട് തരിച്ചു നിൽക്കുന്ന ബബിതയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.